ആപ്ലിക്കേഷനുമായിട്ട് കുറെ എണ്ണം അവൾമാരും അവന്മാരും എമ്മാർക്കും എടുക്കുന്നുണ്ടെന്നും തൂക്കം എടുക്കുന്നു. എന്താ കഥ ഉണ്ടാക്കുക? കഥ ഉണ്ടാക്കല് കുറെ കഥയൊക്കെ കയ്യിൽ കിട്ട കഥയൊക്കെ. കൊണ്ട് വന്നേ റൗഡിയാറ്റമ്മ ഇങ്ങനെ കുറെ എണ്ണം നടക്കുക. ഇങ്ങനെ റൗഡി പോലീസിനെയൊക്കെ പിടിക്കുന്നുണ്ട് നല്ലപോലെ. റൗഡി പോലീസ് കുറെ ഉണ്ട്. 10 വർഷം കൊണ്ട് CPM ഭരിച്ചുകൊണ്ട് കുറെ റൗഡി പോലീസിലാണ് ഇരിക്കുകയായിരുന്നു. അതുപോലായിരുന്നു വിജിലേഴ്സിയും കയറി അങ്ങ് അടി പിടിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ ഇപ്പോഴും കുറെ റൗഡി പോലീസുമാരുണ്ട്. പെണ്ണുങ്ങളെയൊക്കെ തല്ലുന്ന കുറെ റൗഡി പോലീസുകൾ. ശരിക്കും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ നിൽക്കുന്നതെന്നും ഒക്കെ ഉള്ളൊരു തെളിവ്. എവിടെ പോയെന്നും എവിടെ വരുന്നതും ഏത് ബസ്സിൽ വരുന്നതും ബസ്സിൽ വരുന്നതും എല്ലാം തെളിവ് സഹിതമുണ്ട്. കൂടുതലും ഡ്രാമയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അവനും ഒരാളും ഡ്രാമയൊക്കെ കൈവച്ചിരുന്നാൽ മതി. ഡ്രാമ കണ്ട പെണ്ണുങ്ങൾ കണ്ട കഷ്ടപ്പെട്ട LLB MBA പഠിച്ചത് കണ്ടവർക്കൊന്നും കൂട്ടടിക്കാനല്ല. ജോബിലോസും ഒന്നും ജോബിലോസ് ഇൻഷുറൻസ് ഒക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നിടത്തന്നെ നമ്മുടെ പുറകിൽ നടക്കുക. ജോലി ചെയ്യാൻ പോകുന്നിടത്തല്ല അവിടുത്തെ ഓടിച്ചോടിച്ച് ഇങ്ങനെ നടക്കുക. മൂണ്ടകളിങ്ങനെ പുറകില് പെണ്ണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കാതിങ്ങനെ നടക്കല്ലേ കുറെ തെമ്മാടികള്. ജോബിലോസ് വേണം. ജോബിലോസ് ഇൻഷുറൻസ് വെച്ച് കൂട്ടടിച്ച് നടക്കുക കുറെ അവന്മാരും നാണം കെട്ടവന്മാര് കണ്ടവനെയൊക്കെ വെച്ച് മോട്ടിച്ച് തിന്നരുതോടാ. തീട്ടം തിന്നടാ. പോയി തീട്ടം ഇതിനെക്കാട്ട് നല്ല തീട്ടം തിന്നണ. നാണം കെട്ടവൻ തീട്ടം തിന്നടാ. കണ്ട പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെച്ചിട്ട് എന്തോ മോട്ടിക്കാൻ നടക്കുന്നത്. മോട്ടിക്കുന്നു തീട്ടം പോയി തീട്ടം തിന്നടാ. തീട്ടം തിന്നുന്നതാണ് നല്ലത്. തീട്ടം തിന്നുന്നത്. ഒരു ബിജുപോയിപ്പൈ എന്ന് പറയുന്ന ഒരു തെമ്മാടി. പിന്നെ അവരെ ബന്ധം ഞാൻ നടക്കുക. ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകില് നാണം കെട്ടവൻ ഇങ്ങനെ നടക്കുക. നാണം കെട്ട ഇങ്ങനെ നടക്കുക. പെണ്ണുങ്ങളെ വെച്ച് ചെറുതോ ഇതാക്കാൻ ഒരു ബിജുപി കുറെ അവന്മാരും ഇങ്ങനെ കോടതി വഴി എന്നെ ബന്ധം ഒഴിഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു ഇങ്ങനെ നടക്കട്ടെ. കണ്ട പെണ്ണുങ്ങളെ എല്ലാം പുറകില് നീ ആരായിരിക്കും കണ്ട പെണ്ണുങ്ങളെ പുറകിൽ നടക്കാൻ? അവന്മാരും ഇങ്ങനെ നടക്കുക. പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കാൻ കുറെ വീട്ടിൽ ജോലി മേലെ ഇല്ലാതെ ഇങ്ങനെ കയറി ഇരിക്കുക. ഇൻഷുറൻസും എല്ലാം അടിച്ചേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുക. കണ്ടവരെല്ലാം വെച്ച് ഇൻഷുറൻസ് കണ്ണ് വയ്യ, മറ്റേത് വയ്യ, മറ്റേത് വയ്യ, വികലാംഗ, മറ്റേത് മുഖ്യേതെന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ ഇൻഷുറൻസ് വായിച്ചുകൊണ്ടിങ്ങനെ വീട്ടിൽ കയറി ജോലി ചെയ്യാതിരിക്കുക. ഇപ്പം ബംഗാളികളാണ് വന്ന് ജോലി ചെയ്യുന്നത്. കേരളക്കാർക്ക് ഇതുപോലെ ഇൻഷുറൻസ് തന്നെ അടിച്ചിങ്ങനെ കണ്ടവനെയൊക്കെ ജോബിലോസൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം ബംഗാളികളൊക്കെയാണ് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത്. കാരണം ഇവന്മാർക്കൊന്നും ജോലിയല്ല. ഇങ്ങനെ ഇൻഷുറൻസ് പോയിട്ട് കിട്ടുന്നത് മറ്റുള്ളവരെ കൊണ്ടും പടപിടിച്ച് നടക്കുക. എഡിറ്റിങ്ങും കുറെ ഇങ്ങനെ നടക്കുക. എഡിറ്റിങ്ങും കുറെ ക്യാമറ എഡിറ്റിങ്ങും കുറെ ഉണ്ട് കയ്യില്. ഞാനും എല്ലാം സേവ് ചെയ്യുന്നുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നുള്ളത്. സഹദേവ മന്ദിരമാണെന്നുള്ളത്. സഹദേവ മന്ദിരത്തിലെ പോലെ വീട് വേറെ എങ്ങും ഇവിടുന്നു. സഹദേവ മന്ദിരത്തിനെ പോലെയുള്ള വീട് ഇവിടെ ഉള്ളു. ഇത് നല്ല ശരിക്ക് എടുത്തിരുന്നുണ്ടല്ലോ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എടുത്ത് തെളിവുണ്ടാക്കി ഇരുന്നുണ്ട്. എന്നിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും എനിക്ക് തൊടാൻ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും തെളിവുണ്ടാക്കി ഇരുന്നുണ്ട് യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും. ദീപാവലിപ്പണിക്ക് സഹദേവ മന്ദിരത്തിലുള്ളതിന് അത് ശരിക്കും തെളിവുണ്ടാക്കുന്നുണ്ട്. കൂടുതൽ ഡ്രാമയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഡ്രാമയൊക്കെ വേറെ വല്ല എടുത്താൽ മതി. ഡ്രാമ ജോബിലോസിനും ഒക്കെ നടക്കുക. ജോബിലോസ് ഇൻഷുറൻസ് ഉണ്ടാക്കാൻ. ജോബിലോസ് ഇൻഷുറൻസ് മാനോ ഇല്ലാത്തവരിങ്ങനെ നടക്കുക. ഇങ്ങനെ വല്ലവനെയൊക്കെ വെച്ച് ഇങ്ങനെ പുട്ടും ഒക്കെ ഉണ്ട് പുട്ട് മടിച്ച് നടക്കുക. പുട്ടടിച്ച് നടക്കുക. കുറെ ഒന്നിനും കൊള്ളാത്ത കുറെ തെമ്മാടികൾ നല്ല പെണ്ണുങ്ങളെ കൊണ്ട് പുട്ടടിച്ച് നടക്കുക. പുട്ടടിച്ച് നടക്കുന്ന കുറെ തെമ്മാടികൾ.